ഇപ്പം ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ, ഈ ഒരു സംസാരിക്കുന്ന ഒരു കപ്പാസിറ്റി തന്നെ എനിക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആദ്യമായിരുന്നു. നമ്മളുടെ ഈ പഴയ കാലത്തെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം മറന്നുപോയി. ഞങ്ങളുടെ വിട്ടുപോയ കാര്യങ്ങളെല്ലാം നല്ല പറഞ്ഞു തന്നു, നമ്മുടെ പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് അവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ കലയിലൂടെ, കളറിലൂടെ, വരയിലൂടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ആർട്ട് ഗാലറി നമുക്ക് ആദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതീകാത്മക ചാപ്പലാണ്. അഗ്നി ദൈവത്തിന്റെ പ്രതീകമാണ്. ഓരോ ഊരിലെയും അവരവരെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അവരവരെ ചെയ്യുക എന്നുള്ള രീതിക്ക് കാര്യം നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് അട്ടപ്പാടിക്കാർക്കിടയിൽ കേരള ജസ്യൂട്ട് സഭ നടത്തുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ രൂപമാണ് ആദി. അട്ടപ്പാടി ആദിവാസി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്നാണ് പൂർണ്ണരൂപം. അട്ടപ്പാടിയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സമഗ്രമായ വളർച്ചയാണ് ആദിയുടെ ലക്ഷ്യം. നമസ്കാരം, ഞാൻ ഫാദർ ലെനിൻ ആന്റണി. അട്ടപ്പാടിയിൽ 2010 മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. 2021 ഇവിടെ നിന്ന് മാറിപ്പോയി, വീണ്ടും ഇവിടെ ഉണ്ട്. ആദിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ. കേരളത്തിലെ ജസ്യൂട്ട് ഫാദേഴ്സ്, ഈശ്വസഭ എന്ന് പറയുന്ന ജസ്യൂട്ട് ഫാദേഴ്സ് 1990കളിൽ ഇവിടെ അട്ടപ്പാടിയിൽ വന്ന് ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. 1998 ഷാജി എടന്നോഴിൽ എന്ന് പറയുന്ന അച്ഛൻ അട്ടപ്പാടിയിൽ ചാവടിയിൽ എന്നുള്ള സ്ഥലത്ത് തണൽ എന്നുള്ള പ്രസ്ഥാനം തുടങ്ങിയിരുന്നു. അതാണ് പിന്നീട് 2008 ആദി എന്ന പേരായി മാറിയത്. സാബു മലയിൽ എന്ന് പറഞ്ഞ അച്ഛൻ ഈ സ്ഥലമൊക്കെ ഇവിടെ വാങ്ങിച്ചു. 20 മുകളിൽ ഏക്കർ ഇവിടെയുണ്ട്, വാങ്ങിച്ചതാണ്. 2008 പേര് ആദി എന്ന പേരായിട്ട് മാറിയത്. ജെയിംസ് മൊറൈസ് അച്ഛനും 2010 മുതൽ ഞാനിവിടെയുണ്ട്. ഞങ്ങൾ ആദിവാസി സംസ്കാരം, കല, ഭാഷ നിലനിർത്താൻ വേണ്ടി ആണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. ഇതൊരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്. 2015 രജിസ്റ്റേർഡ് സൊസൈറ്റി ആകുന്നത്. 12A 80G ഒക്കെ ഉണ്ട്. ഇന്ന് പൂർണ്ണമായ ഒരു NGO ആയിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആദിവാസി സമൂഹത്തിൻ്റെ സംസ്കാരം, ഭാഷ നിലനിർത്താൻ വേണ്ടി വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി ഊരുകളിൽ പഠന കേന്ദ്രങ്ങളൊക്കെ നടത്തിയിരുന്നു, പല ഊരുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി പലതരത്തിലുള്ള സംരംഭങ്ങൾ നടത്താറുണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടി തൊഴിൽ സംരംഭങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ അഗളിയിൽ നമുക്കൊരു ആദി ഇൻഫർമേഷൻ ആൻഡ് കരിയർ ഗൈഡൻസ് സെൻ്റർ ഉണ്ട്. 2008 മുതൽ അത് നിലനിൽക്കുന്നുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, PSC കോച്ചിങ്ങൾ, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, അതുപോലെ PSC കോച്ചിങ്ങൾ, പല പരിപാടികളും നടത്തിയിരുന്നു. ഇന്നത് ചെയ്യുന്നുണ്ട്. പിന്നെ കലയെ വളർത്താൻ വേണ്ടി ആദി കലാസംഘം എന്നുള്ളൊരു സംരംഭമുണ്ട്. പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിൽ ചെന്ന് നമ്മുടെ കലാസംഘം കലകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദിവാസി കല വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഇരള നൃത്തം, അതുപോലെ ഇവിടെ 3 വിഭാഗമുണ്ട്: ഇരള, മുടുക, കുറുമ്പ. അവരുടെ കലയെ വളർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് സെൻറ്റർ നമുക്കിവിടെയുണ്ട്. നമ്മളിവിടെ കൗൺസിലിംഗ് പല സ്കൂളുകളും കോളേജുകളും നടത്തിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്യുന്നുണ്ട്. പിന്നെ ആദിവാസി മരുന്നിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വൈദ്യം, പാരമ്പര്യ ചികിത്സാ രീതികൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഒരു 10-20 ഏക്കർ നമ്മൾ വരണ്ട സ്ഥലത്തെ നമ്മൾ കാടാക്കി മാറ്റിയിരിക്കുന്നു. പല ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ നമ്മൾ വച്ചുപിടിപ്പിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം കണ്ണിച്ചേരുകൾ, നെറ്റ്വർക്കിംഗ് എന്നുള്ള പരിപാടി. നമ്മൾ ഒറ്റയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചേർന്നിട്ട്, അത് NGO ആയിക്കോട്ടെ, മറ്റ് സ്ഥാപനങ്ങളായിട്ട് ചേർന്നുകൊണ്ടും, അത് മഹിളാ സമിതി സൊസൈറ്റി, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചേർന്ന് നമ്മൾ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ആദിവാസി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട രീതി അത് തന്നെയാണെന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ചെയ്താൽ നടക്കില്ല. അപ്പോൾ NGOയും അതിൽ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ചെയ്യാൻ പറ്റുള്ളൂ. 1997 ചാവടിയൂരിൽ തണൽ എന്ന പേരിൽ അട്ടപ്പാടിയിൽ ജസ്യൂട്ട് സന്യാസ സഭ സാമൂഹിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2008 തണൽ ആദിയായി പുനർനാമകരണം ചെയ്യപ്പെട്ട് അട്ടപ്പാടിയിലെ മട്ടത്തുകാട് നിന്ന് പ്രവർത്തനം പുനരാരംഭിച്ചു. വിദ്യാഭ്യാസം, പരിസ്ഥിതി ശാക്തീകരണം, കലാ സാംസ്കാരിക നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമുകൾ എന്നിങ്ങനെയുള്ള നിരവധി പ്രോഗ്രാമുകളിലൂടെ ആദി അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. എൻ്റെ പേര് ചെറിയ മൂപ്പൻ, ഒരു വട്ടിലേക്ക്. അതിൽ ഒരു ലക്ഷാധികാരിയാണ്. നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ആട്ടാം പാട്ടം, നമ്മളുടെ ആചാരങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പം നമ്മളുടെ ഈ പഴയ കാലത്തെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം മറന്നുപോയി. നമ്മളുടെ കൃഷി രീതികളെ പറ്റി ഒന്നും അറിയുന്നില്ല. ഞങ്ങളുടെ പണ്ടത്തെ കൃഷികളും പണ്ടത്തെ ഒരു ആചാരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട്
നമുക്ക് എല്ലാവരെയും വിളിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കണം. നിങ്ങളുടെ ഡെല്ലിപ്പാട്ട്, ഈ കൂത്തു, കോവിലം കൂത്തു, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ആട്ടംപാട്ടങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വിട്ടുപോയ കാര്യങ്ങളെല്ലാം നല്ല പറഞ്ഞു തന്നു. നമ്മുടെ പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. ഇവിടെ ധാരാളമായി ക്രൈസ്തവ വിഭാഗം സിസ്റ്റേഴ്സ്, CMC സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള സിസ്റ്റർമാരുടെ സ്കൂളുകളൊക്കെ വളരെ 10-75 വർഷമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അഭിനന്ദനാർഹമാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആസോ പോലുള്ള CME അച്ഛന്മാരുടെ സ്ഥാപനങ്ങളും. ഞങ്ങൾ ഈശോസഭക്കാർ വൈകി വന്നവരാണ്. എല്ലാവരും ചേർന്നിട്ട് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഈ നാട്ടിൽ വളരെ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. അട്ടപ്പാടിയിൽ നിന്ന് 10-40ഓളം സ്കൂളുകളുണ്ട്. IHRD കോളേജും, രാജീവ് ഗാന്ധി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജും, ഏരിയസ് പോളിടെക്നിക്കും, തൊട്ടടുത്ത് ITയും, അതുപോലെ 6 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ഗവൺമെൻറ് തന്നെ ധാരാളം നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള് +2 വരെയുള്ള പെൺകുട്ടികൾക്ക് മനോഹരമായ സ്കൂളുണ്ട്. EMRS ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഉമാപ്രേമൻ എന്ന് പറഞ്ഞ മേഡം നടത്തുന്ന അബ്ദുൽ കലാം ഇൻ്റർനാഷണൽ സ്കൂൾ ഇവിടെയുണ്ട്. അതുപോലെ വെറൈറ്റി ഒരു യാക്കോബ ഓർത്തഡോക്സ് നടത്തുന്ന ഒരു സ്കൂള്, മനോഹരമായ ഒരു സ്കൂളുണ്ട്. സെൻറ്റ് ഗ്രിഗോറിയസ് ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളുണ്ട്. അങ്ങനെ സ്കൂൾ തലം ആശുപത്രികളാണെങ്കിൽ ധാരാളം അട്ടപ്പാടിയിൽ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും, അതുപോലെ ഫാമിലി ഹെൽത്ത് സെൻ്ററും, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സും, സബ് സെൻറ്റേഴ്സും, 34 സബ് സെൻറ്റേഴ്സും, ധാരാളം ഹെൽത്ത് ഫെസിലിറ്റി അട്ടപ്പാടിയിൽ ഉണ്ട്. ഇപ്പോൾ റോഡുകൾ, ഒത്തിരി ഉള്ളിലുള്ള റോഡുകളൊക്കെ ധാരാളം നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അട്ടപ്പാടിയിൽ ഒത്തിരി വികസനമുണ്ട്. അപ്പോൾ അതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ ജെസ്യൂട്ട് അച്ഛന്മാരുടെ പ്രത്യേകിച്ച് സോഷ്യൽ സെൻറ്റർ, ട്രൈബൽ എക്കോ സെൻറ്റർ പാരിസ്ഥിതികമായുള്ള അവബോധം നൽകാനും അതുപോലെ ആദിവാസി മേഖലയിൽ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക. സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന് വിജയം കണ്ടിട്ടുണ്ട്. 150-ൽ പരം ഉദ്യോഗസ്ഥർ നമ്മളിലൂടെ നേടിയവരുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഓൺലൈൻ വഴി ജോലി നേടിയവരൊക്കെ ഉണ്ട്. ഓരോ വർഷവും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന നമ്മളുടെ പ്രചോദനത്തിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ചെറിയ രീതിയിലുള്ള വഴികാട്ടലിലൂടെ ധാരാളം വ്യക്തികൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോയിട്ടുണ്ട്. വലിയ വിജയങ്ങൾ ആഘോഷിക്കാൻ കഴിയുന്നില്ലെങ്കിലും കൊച്ചു രീതിയിൽ ജെസ്യൂട്ട് ഫാദേഴ്സിൻ്റെ സാന്നിധ്യം അട്ടപ്പാടിയിൽ ഉപകരിച്ചിട്ടുണ്ടെന്നുള്ളത് അട്ടപ്പാടിൽ എല്ലാ ആളുകളും സമ്മതിക്കുന്നതാണ്. 193 ഊരുകൾ ഇവിടെയുണ്ട്. 3 പഞ്ചായത്തിൽ 6 വില്ലേജ് അട്ടപ്പാടിയിലുണ്ട് നമുക്കറിയാം. ഇപ്പോൾ അത് താലൂക്കായി മാറിയിരിക്കുന്ന അട്ടപ്പാടി കുറച്ച് വർഷമായിട്ടുള്ളൂ. ഇവിടെ കോടതിയുണ്ട്, സിവിൽ സ്റ്റേഷനുണ്ട്, ഫെസിലിറ്റികൾ ഇഷ്ടം പോലെ. 80,000 ജനസംഖ്യ താഴെയാണുള്ളത് അട്ടപ്പാടിയിൽ. പക്ഷേ ഗവൺമെൻറ്റും അല്ലാതെ രീതിയിലുള്ള ആൾക്കാരുടെ സേവനം വളരെ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ നെഗറ്റീവായിട്ടും മോശമായിട്ടും നമ്മൾ ചിത്രം കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം അട്ടപ്പാടിക്ക് ഒരു വേറൊരു മുഖമുണ്ട്. ആദിവാസി വിഭാഗത്തിൽ തന്നെ 2000-ഓളം ഉദ്യോഗസ്ഥർ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ഇവിടെ ഉണ്ട്. കേരളം മുഴുവനുണ്ട്. ഇവിടുന്ന് ഓരോ വർഷവും 1-2 പേര് MBBS കഴിഞ്ഞ ഡോക്ടർമാർ ഇവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ധാരാളം എഞ്ചിനീയേഴ്സ് ഉണ്ട്. ധാരാളം എല്ലാ മേഖലകളിലും ഉന്നത വിജയം നേടി അഭിമാനമായി അട്ടപ്പാടി അഭിമാനം മാറിയവരുണ്ട്. സിനിമാ രംഗത്ത് പോലും നഞ്ചിമി പോലുള്ളവരും പഴനിസ്വാമി പോലുള്ളവരും 10-15 സിനിമ ഓൾറെഡി അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം സിനിമയിൽ അഭിനയിക്കാനും എല്ലാ കലാകാരന്മാർ ധാരാളമുണ്ട്. ഇരുള നൃത്തം കഴിഞ്ഞ വർഷം മുതൽ കലോത്സവത്തിൽ മാറിയിരിക്കുന്ന 14 ജില്ലകൾ അട്ടപ്പാടി കലാകാരന്മാർ പോയി പഠിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് ഒത്തിരി അഭിമാനിക്കാനുള്ള, അട്ടപ്പാടിയെക്കുറിച്ച് അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആദ്യൻ്റെ ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവാണ് ആദ്യ ആർട്ട് ഗാലറി. ആദ്യ ആർട്ട് ഗാലറി എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ടും ഇവിടെ ഒരു ചെറിയ ഒരു ആർട്ട് ഗാലറിൻ്റെ സെറ്റപ്പ് നമ്മൾക്ക് ആദ്യം ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ആദിവാസി പിള്ളേർക്ക് അവരുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ആർട്ട്, ആ കലയിനെ ഒന്ന് പുറത്തു കൊണ്ടുവരാനും അതിലൂടെ അവർ എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് അവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ കലയിലൂടെ, കളറിലൂടെ, വരയിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പിലൂടെ അവർക്ക് പുറത്ത് കൊണ്ടുവരാനും പുറം സമൂഹത്തോട് വളരെ വ്യത്യസ്തമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ആർട്ട് ഗാലറി നമുക്ക് ആദ്യമുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾക്ക് എല്ലാം തന്നെ പെയിന്റിങ്സ് ബേസ്ഡ് ആണ്. പെയിന്റിംഗ് ആണ് കൂടുതലായിട്ടും ആർട്ട് ഗാലറിയിലുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന പിള്ളേർക്കും അതുപോലെ തന്നെ മറ്റുള്ള വിസിറ്റേഴ്സിനും ആർട്ട് ഗാലറി കാണുകയും അതിലൂടെ
ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾക്ക് ഒരു ആർട്ട് ഗാലറി ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം എൻ്റെ അറിവിൽ ഒരു 20 കൊല്ലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിശയം തോന്നിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു സ്ഥാപനം ഇത്രമാത്രം പ്രോഗ്രാംസും ഇത്രമാത്രം ഫെസ്റ്റും എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾക്ക് ഇവിടെ ചെയ്യുന്ന വർക്കിന്റെ ഒരു റിസൾട്ടാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നില്ലെങ്കിലും, ടാഞ്ചിബിൾ ആയിട്ട് ഇപ്പം തന്നെ കാണുന്നില്ലെങ്കിലും, പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുത്ത് തന്നെ വരുന്നു. അത് ഇപ്പം ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന മാറ്റങ്ങളും ആദിയിലൂടെ പോയ എല്ലാവരും തന്നെ ഒരു ലീഡറായിട്ട് അവരുടെ ജീവിതത്തിൽ മാറാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റീനെ, ആദിവാസി കമ്മ്യൂണിറ്റീനെ അവർക്ക് വേണ്ടി മുമ്പിൽ വന്ന് സംസാരിക്കാനും അവർക്ക് വേണ്ട ആവശ്യങ്ങളും അവരുടെ റൈറ്റ്സ് എല്ലാം തന്നെ അവർക്ക് വേണ്ടത് അവർ തന്നെ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വളർന്നിട്ടുണ്ട് ഈ ആദിയിലൂടെ ട്രെയിൻ ചെയ്യപ്പെട്ട എല്ലാ വ്യക്തികളും. ഇത് ആദിയിലെ പ്രാർത്ഥനാ മുറിയാണ്. ഇവിടെ ആദിയിൽ വരുന്ന എല്ലാ മതസ്ഥരും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതീകാത്മക ചാപ്പലാണ്. അഗ്നി ദൈവത്തിന്റെ പ്രതീകമാണ്. മോശ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ മുൾപ്പടർപ്പ് ആ ഒരു സിംബൽ ഇവിടെ കാണാം. കത്തിച്ചാരമാകാതെ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന പ്രതീകം ഇവിടെ കാണാൻ പറ്റും. മൈക്കലാഞ്ചലോയുടെ ദൈവമനുഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള ചിത്രമായിട്ട് ഇതിനെ കാണാൻ പറ്റാം. ജീവന്റെ നീർച്ചാലായിട്ട് ഇതിനെ കാണാൻ പറ്റും. കുരിശിന്റെ മുൾ കിരീടമായി ഇതിനെ കാണാൻ പറ്റാം. ആ അറ്റത്ത് കാണുന്ന ഉത്ഥാനത്തിന്റെ പ്രതീകമായി വെള്ള സിംബൽ നമുക്ക് കാണാം. ഇത് ടാവോയിസത്തിന്റെ പ്രതീകമായുള്ള യങ് യാങ് ഇന്റർ കണക്റ്റഡ്നെസ്. ഈ ലോകത്ത് ആരും ഒറ്റയ്ക്കല്ല. ഈ ആദിയുടെ ക്യാമ്പസിൽ 19-20 ഏക്കറിൽ ഇവിടെ മയിലും മാനും പന്നിയും ജീവജാലങ്ങളെല്ലാം വരാറുണ്ട്. എല്ലാം പരസ്പരം ഒന്നിച്ച് ജീവിക്കുകയാണ്. എല്ലാം സഹോദരങ്ങളാണ്, കസിൻസ് ആണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിന്റെ ഒരു പ്രത്യേകതയാണ്. ആ സിംബൽ കൂടി ചാപ്പലിലുണ്ട്. ഈ വരച്ചത് ഇതിന്റെ ഡയറക്ടർ റഫീൻ കമൽ അച്ഛനാണ്. അത് ബ്രദറായിരിക്കുമ്പോൾ 7 വർഷം മുമ്പ് വരച്ചതാണ്. അട്ടപ്പാടിയിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ആദിവാസികൾക്ക് തഴച്ചു വളരാനുള്ള സുസ്ഥിരമായ അന്തരീക്ഷമാണ് ആദി വിഭാവനം ചെയ്യുന്നത്. என் பேர் லாவண்யா. நான் தமிழ்நாட்டிலேருந்து வந்திருக்கேன். கலசலிங்க யூனிவர்சிட்டியில் வந்து படிச்சுட்ருக்கிறேன். கலசலிங்க யூனிவர்சிட்டி வந்து நியர்பை மதுரா, விருதுநகர் டிஸ்ட்ரிக்ட், கிருஷ்ணன் கோவில் இருக்குது. டிஎம்டி யூனிவர்சிட்டி அங்கே வந்து எம்எஸ்டபிள்யூ ஃபைனல் இயர் படிச்சுட்ருக்கிறேன் நான். ஆதி வந்து ஏன் சூஸ் பண்ணேன் அப்படின்னா, போன செமஸ்டர்லாம் வந்து ஃபுல்லாக ரூரல் கம்யூனிட்டி டெவலப்மெண்ட்ஸ், அப்புறம் வந்து அர்பன் கம்யூனிட்டி டெவலப்மெண்ட்ஸ், அதை பற்றி நான் வந்து கொஞ்சம் வந்து அண்டர்ஸ்டாண்ட் பண்ணிட்டேன். ஸோ அதனால் வந்து ட்ரைப்ஸ் பீப்புளை பற்றியும் கொஞ்சம் தெரிஞ்சுக்கலாம். அந்த ரீசனுக்காக வந்து ஆதி சூஸ் பண்ணோம். ஆதியில் வந்து நிறையா எஸ்சிஎஸ்டி பீப்புளுக்கு வந்து நிறையா எஜுகேஷன் லெவலில் ஒகேஷனல் டெவலப்மெண்ட் நிறையா அந்த மாதிரிலாம் வந்து ப்ரொவைட் பண்ணிக்கிட்டு இருக்கிறாங்க. இன்னும் எனக்கு 1 வீக் தான் இருக்குது ஃபினிஷ் ஆகிறதுக்கு பிளாக் பிளேஸ்மெண்ட்டு. இங்கேருந்து போகிறதுக்குள்ளே ஓரளவுக்கு ஒரு கம்யூனிட்டி டெவலப்மெண்ட், நான் வந்து சிடி தான் ஸ்பெஷலைசேஷன் சூஸ் பண்ணியிருக்கேன். ஸோ கம்யூனிட்டி டெவலப்மெண்ட் வந்து எப்படிலாம் வந்து நம்ம வந்து பீப்புளுக்கு வந்து நம்ம கொடுக்கலாம் அப்படிங்கிறத ஃபுல்லாமே வந்து நான் ஆதிக்கிட்டேருந்து ரொம்ப நிறையாவே கற்றுக்கிட்டேன். എൻ്റെ പേര് ഉമ. ഞാൻ ആദിയിലെ കപ്പാസിറ്റി ബിൽഡറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫീൽഡാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഊരുകളിൽ പോവാം. നമുക്ക് കുറച്ച് ഊരുകളുണ്ട്. അതായത് സോളയൂർ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഊരുകളിൽ നമുക്ക് ലീഡേഴ്സ് ഉണ്ട്. ഓരോ ഊരുകളിലായിട്ടും ഓരോ ലീഡർമാരെ നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മുഖേന നമ്മൾ ഊരുകളിൽ മീറ്റിങ്ങുകൾ നടത്താം, എന്തെങ്കിലും കൗൺസിലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളും വേറെ കുട്ടിക്കൂട്ട എന്നുള്ള ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ഊരിലെയും അവരവരെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അവരവർ ചെയ്യുക എന്നുള്ള രീതിക്ക് കുട്ടികൾ മുതൽ വലിയ അമ്മമാർ മുതൽ വരെയുള്ള ആൾക്കാരെ നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറെ ഇൻഫർമേഷൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അഗളിയിലൊരു ആദി ഇൻഫർമേഷൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ PSC പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷനും പുതിയതായിട്ട് എക്സാമിനുള്ള രജിസ്ട്രേഷൻ ചെയ്യുക, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, പിന്നെ കൂടാതെ PSCക്ക് പഠിക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടെയുള്ള ഊരിലുള്ള കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് സെൽവകുമാർ എന്നാണ്. വീട് പട്ടിമാളം. അപ്പം ഞാനിവിടെ നേരത്തെ ആദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ലോക്കുമഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഇവിടെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഒരുപാട് ബെനിഫിറ്റ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്ന കാലത്ത് ഇവിടെ ആൻ്റണി അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. ഈ ലീഡർഷിപ്പ് ട്രെയിനിങ് പരിപാടികളൊക്കെ പലപ്പോഴും അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിലെ
കുട്ടികൾക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ, ഈ ഒരു സംസാരിക്കുന്ന ഒരു കപ്പാസിറ്റി തന്നെ എനിക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആദ്യമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ആക്ച്വലി ഞാൻ തന്നെ എന്നെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതും. അതിനുശേഷം ഞാൻ ഇവിടെ പല ട്രെയിനിങ് പ്രോഗ്രാമുകളിലും ഞാൻ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അങ്ങനെ പങ്കെടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. പലതരത്തിലുള്ള പരിപാടികളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ, ഇല്ലെങ്കിൽ ട്രെയിനിങ് പരിപാടിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിലായാൽ പോലും ഒരു വലിയൊരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നതായിട്ടും ഇല്ലെങ്കിൽ ലീഡറായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യങ് ജനറേഷനാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായിട്ടും കൾച്ചർ അതുപോലുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. നമ്മുടെ ഊരുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാട്ട്, ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കത് വീണ്ടും ട്രൈബൽ പീപ്പിളിലേക്ക് എത്തിക്കാനായിട്ട് ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെ ആദി ഗ്രാമോത്സവം, എക്കോ ഫെസ്റ്റ് എന്നൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഊരുകളിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്, ഇപ്പോൾ വരുന്ന തലമുറകൾക്ക് അതിനെക്കുറിച്ചുള്ള പ്രകൃതി എന്താണ്, അല്ലെങ്കിൽ കൾച്ചറൽ വാല്യൂസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അതായത് വീണ്ടും തിരിച്ചറിയാനായിട്ട് നമുക്ക് ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ സോഷ്യൽ വർക്കിൽ PhD കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ മേഖലയെക്കുറിച്ച് കൂടുതൽ പലരെയും ഗൈഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പലതരത്തിലുള്ള ക്ലാസ്സുകളും പല കോളേജുകളും യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനും ആദിവാസിയെ കുറിച്ചുള്ള ശരിയായ ഒരു വിഷൻ നൽകാനൊക്കെ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ന് അട്ടപ്പാടിയിൽ നമുക്ക് ആദ്യമൊരു ഒരു നിലയും വിലയുമുണ്ട്. കാലാകാലമായിട്ട് വൈദികർ എന്ന രീതിയിൽ ഈ ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കറിൻ്റെ ആശയങ്ങളും ഒക്കെ ശരിക്കും പ്രഘോഷിക്കുവാൻ, അതുകൊണ്ട് തന്നെ ദളിതരുടെയും ആദിവാസിയുടെയും പക്ഷം ചേരുവാൻ, നീതിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആദ്യം ഒരു കൂടെയുണ്ട്. നിലപാടെടുക്കാൻ, അത് നീതിയുടെ വശമാണ്, ക്രിസ്തുവിൻ്റെ നിലപാടാണ്, ബൈബിളിൻ്റെ കാഴ്ചപ്പാട്, ഗോസ്പൽ വാല്യൂസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യാമെന്നുള്ള ഉറപ്പുണ്ട്. കാരണം അനീതിയുടെയും അസമത്വത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും കൂടെ അല്ല, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളനുസരിച്ച് അല്ലെങ്കിൽ സഭയുടെ നിലപാടനുസരിച്ച് മാറ്റി നിർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ കൂടെ നിൽക്കുക. അത് ഈശോസഭയുടെ നിലപാട്, ജെസ്യൂട്ട്സിൻ്റെ നിലപാടാണ്, കത്തോലിക്ക സഭയുടെ നിലപാട്, ക്രിസ്തുവിൻ്റെ നിലപാടാണ്. ക്രിസ്തുവാണ് ഞങ്ങളുടെ മാതൃക. ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണ് ആഗ്രഹം. വർഷത്തിൽ ധാരാളം യുവജന ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട്. മാസം കുട്ടികളുടെ ട്രെയിനിങ് ഇവിടെ നടക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികൾ വളരുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അട്ടപ്പാടിയിലേക്ക്, പ്രത്യേകിച്ച് ആദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ആദിവാസി സമൂഹത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ സാന്നിധ്യം, സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.